16-ാം കേരള നിയമസഭയിലേക്ക് പുതിയ അംഗമായി ഞാൻ തലശ്ശേരി അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ സഭയിൽ ഹാജരായിക്കൊണ്ടിരിക്കുകയാണ്. തലശ്ശേരി കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പുരാതനമായ പൈതൃകമുള്ള ഒരു പ്രദേശമാണ്. 18-ാം നൂറ്റാണ്ടിൽ തന്നെ ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമായ പഴയ മലബാറിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഒരു നഗരമായിരുന്നു തലശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ നഗരസഭകളിലൊന്നുകൂടിയാണ് തലശ്ശേരി. ഒട്ടേറെ രാഷ്ട്രീയവും ചരിത്രപരവുമായ പാരമ്പര്യമുള്ള തലശ്ശേരിയുടെ ജനപ്രതിനിധിയായിട്ടാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുമുള്ളത്. എന്നെ തിരഞ്ഞെടുത്ത തലശ്ശേരിയിലെ മുഴുവൻ വോട്ടർമാർക്കുമുള്ള നന്ദിയും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. നാടിൻ്റെ വികസനത്തോടൊപ്പം മുൻകാലങ്ങളിൽ അവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധികളുടെ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സഖാവ് കോടിയേരി ബാലകൃഷ്ണനും എൻ ഷംസീറും നേതൃത്വം കൊടുത്ത ഒട്ടേറെ വികസന പദ്ധതികൾ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതോടൊപ്പം തലശ്ശേരിക്ക് സമഗ്രമായ പ്രത്യേകതയാർന്ന വികസന പദ്ധതികളും ആവിഷ്കരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. തലശ്ശേരി ഒരു പൈതൃക ടൂറിസം നഗരി കൂടിയാണ്. പൈതൃക ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ സ്പീക്കറുടെ നേതൃത്വത്തിൽ നടത്തി വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാവുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതോടൊപ്പം മറ്റ് തൊഴിൽ മേഖലകളിലേക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്കും സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനു വേണ്ടി പുതിയ സാധ്യതകൾ കണ്ടെത്തുന്നതിനു വേണ്ടിയും ജനപ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ നീക്കിവെക്കപ്പെട്ട തുക പൂർണ്ണമായി വിനിയോഗിക്കാൻ മലബാർ ക്യാൻസർ സെൻ്റർ പോലെയുള്ള ലോകപ്രശസ്തമായ സ്ഥാപനത്തിന് അനുവദിക്കപ്പെട്ട തുക മുഴുവൻ സർക്കാരിൽ നിന്ന് ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, വികസന പദ്ധതികൾക്ക് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ മണ്ഡലത്തോടും നീതി പുലർത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തലശ്ശേരിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ പ്രവർത്തനം, അതുപോലെ പുതിയ ജനറൽ ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണവും സൗകര്യവും, പുതിയൊരു IT ഹബ്ബ് സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള സാധ്യതകൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം സർക്കാരിൽ നിന്നുള്ള പരിപൂർണമായ പിന്തുണ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പരിപാടികൾക്കും പദ്ധതികൾക്കും സർക്കാരിൻ്റെ ഭാഗത്ത് പിന്തുണ ഉണ്ടാവും എന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ഇന്നത്തെ സർക്കാർ തയ്യാറാകും എന്നാണ് കരുതുന്നത്.